Hi guys, it's me Atimafagi. ഇതൊന്ന് നമുക്ക് ബേബി ഇൻ യെല്ലോ ചാപ്റ്റർ നൈറ്റ് 2 കളിച്ചാലോ. അപ്പോൾ നമുക്ക് നൈറ്റ് 2 കളിക്കുക. നമ്മുടെ വീട്ടിലെത്തിക്കണേ. നല്ല രസമുണ്ടല്ലോ. ഗെറ്റ് ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ്. അതൊക്കെ ഓക്കെ. നമ്മുടെ ബേബിയുടെ എല്ലാ ടി വിയാണ് നമ്മളെ. പിന്നെ കൊച്ചു കുട്ടികൾ ടി വി കാണാൻ പാടില്ല. അത് കാരണം എന്തൊക്കെ ചെയ്യാം. ഇതിൻ്റെ മേലെ ഇരിക്കുമോ? ഇന്നലെ കുറേ ജയിച്ചതല്ലേ. എന്തായാലും ഇതിൻ്റെ മേലെ സോറി കരയില്ല. എന്തായാലും ഇപ്പോൾ നമ്മുടെ ലുട്ട് മോളിത്തിൻ്റെ മേലെ ഞാൻ ഇവിടെ ഇടക്കിടക്ക് ലുട്ട് വിളിക്കട്ടെ. കാരണം പേര് അങ്ങനെ ബേബീനെല്ലോ എന്ന് വിളിക്കുമ്പോൾ എന്തോട്ടൊരു ഇതാണ്. എന്നാണ് ഞാൻ ലുട്ട് വിളിക്കുന്നത്. കേസ് പിന്നെ കണ്ണൂക്ക് നോക്ക് ടി വിക്ക് നോക്കാണ്. നോക്ക് ഗൈസ്, ആ ഫോട്ടോയിൽ എന്തോട്ട് ഉണ്ട് കേട്ടോ. പ്രേതത്തിൻ്റെ ഫോട്ടോ നമുക്ക് എവിടെയുണ്ട്. എന്നാലും കുട്ടി ഇവിടെ ഇരിക്കണോ കാണി. എന്തായാലും നമുക്ക് പോവാം. ഒത്തിരി സ്നേഹം കാണിക്കണം നല്ലതാണ്. കാരണം ഈ ചാപ്റ്റർ എന്തോട്ട് ഹൊററാണെന്നാണ് പറയുന്നത്. ഫ്രിഡ്ജായിരുന്നു പാലുക്ക് കാണാൻ എന്തൊരു കഷ്ടമാണ്. ലോക്ക്ഡാ തുറക്ക് ആ ചക്കം കുറ്റിട്ട് ഒരു കഷ്ടമാണ്. എൻ്റെ ഉള്ളിലുണ്ടാവും. പാല് കുപ്പിന്ന പറന്നിരിക്കും. ഇതെന്തൊരു കഷ്ടമാണ്. അടക്ക് എല്ലാതും. എന്തായാലും ഒന്ന് പോവാം. ചേക്ക അതിലൊട്ടിട്ടിട്ട് എന്തായാലും ഞാനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും ക്ലോസ് ചെയ്യാം. ഇതും ക്ലോസ് ചെയ്യാം. കുട്ടിയെ ഇവിടെ ഇല്ലേ? അതവിടെ ഇരിക്കുന്നു. ഈ ബോട്ടിൽ ഇതവിടെ മനുഷ്യനെ കയ്യിന്ന് പോയിണ്ട്. ഓക്കെ, ഫീഡ് ബേബി വാ മോനെ. കാര്യം സാധിച്ചു. എന്തായാലും ഞാൻ നാപ്പി മാറ്റണം. പോവും. എനിക്കറിയാം ജ്യേഷ്ഠത്തിൻ്റെ അവിടെ പോയിരിക്കുന്നു. കാരണം നാപ്പി സൂക്ഷിച്ചിരിക്കും. എടാ നാപ്പിക്ക് കണ്ണു മൂക്കും. അല്ല മൂക്കില്ല, കണ്ണ് മാത്രമേ ഉള്ളൂ. എന്താ അങ്ങനെ ഓടിപ്പോണു? വാതിൽ തുറന്നു. അതവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് പോവാം. ഈ വെറുതെ അല്ല ഈ ചെക്കൻ ഇങ്ങനെ ടെലിപ്പോർട്ടാണ് ഇടക്കിടക്ക്. ഞാനിങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് നോക്കുന്നുണ്ട് ഗൈസ്. അവനവിടെ നിന്ന് നോക്കുന്നുണ്ട്. അനാപ്പി പോയിരിക്കാം. ആ ഫോട്ടോയിലൊക്കെ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ഫോട്ടോയിൽ എന്തോട്ടൊരു പ്രേതത്തിൻ്റെ ചിത്രം കാണിച്ചു. ഇവിടെയുള്ള എല്ലാ ഫോട്ടോത്തിനും പ്രശ്നമാണ്. ഇവിടെ ഉണ്ടാവും. കണ്ണാട വെച്ചിരിക്കുന്നുണ്ട് നാപ്പി. ഇപ്പോൾ ഇതൊരു കഷ്ടമാണ്. എൻ്റെ കൈ കിട്ടിയാണല്ലോ വാഷിംഗ് മെഷീനിൽ ഇട്ട് അരക്കും ഞാൻ. ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. അതാ അതന്നെ എനിക്ക് പറയാം. ഇത്ര നേരെ ഇവിടെ പിക്കപ്പ് തന്നെ അന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ടിട്ട് എൻ്റെ തലയും കറപ്പിക്കോളാം. എന്തൊരു കഷ്ടമാണ്. വെറുതല്ല കുട്ടിയുടെ കടുക്കിട്ട് ടെലിപ്പോർട്ടാണ്. എന്നിട്ട് അതിനെ ഞാൻ അടിച്ചു ഭൂമിയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് എടുത്തോണ്ടല്ലേ. അല്ലാതെ കുട്ടിക്കല്ല, എൻ്റെ നാപ്പിക്കാ കുഴപ്പം. തല ഇറങ്ങണം. അതാ നിലത്തേക്ക് വീണാണ്. പാപം. ഇത് അങ്ങോട്ടും പോയി. തല ഇറങ്ങിയാലും അവന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. കണ്ണ് കറങ്ങുന്നുണ്ട് കുട്ടിയിലൊക്കെ പോലെ. ഈ ഡോറ് തുറന്ന് ഇവനെങ്ങനെ ഈ ഡോറ് തുറന്നാണാവോ? അല്ല ഈ കയ്യൊക്കെ ഉള്ള എനിക്കിത് തുറക്കാൻ പറ്റില്ല. ഈ കയ്യും കാലൊന്നും ഇല്ലാത്ത നാപ്പിക്ക് ഇത് തുറക്കാൻ പറ്റി. ഇവൻ്റെ അടുത്ത് താക്കോലൊന്നും ഇല്ലല്ലോ ഈ നാപ്പിൻ്റെ അടുത്ത്. എന്തായാലും നാപ്പി കുക്ക് ചെയ്തതാവട്ടെ. ഓക്കെ, നാപ്പി കുക്ക് ചെയ്യാം. കുക്കിംഗ്. ഓക്കെ, കുക്കിംഗ് നാപ്പി. ഓക്കെ, ഓവനെടുക്ക്. ഇനി എന്തായാലും കക്കൂസിലും കൂടിയിട്ടിട്ട് ഒന്ന് ഫ്ലഷ് അടിക്കാം. ഫ്ലഷ് പറഞ്ഞു വന്ന് എവിടെ എൻ്റെ അടി പോയാൽ
എന്താ പനി ഇങ്ങനെ നോക്കണ ബേബി? ഇയാൾക്കെന്താ വട്ടാന്നത് നോക്കണവന്. ചിരിച്ച് എന്തായാലും ടോയ്ലറ്റ് ഇറക്കാം. ഓ മുന്നേ എനിക്കിന്നോട് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇന്നലെ ചെയ്തതിനൊക്കെ ഉള്ളത് ഇങ്ങനെ തരുന്നുണ്ട്. എന്തായാലും ക്ലോസ് ചെയ്യട്ടെ. അയ്യോ ഗൈസ്, ആ ഫോട്ടോയിൽ കണ്ട എന്തോട്ടൊരു സാധനം കണ്ട കൈ കണ്ട. എനിക്ക് നല്ല പേടിയുണ്ട്. ഇതുപോലെ തന്നെ എന്താണ് ആ ഈ ഒരു ടി വിയുടെ അവിടെയുള്ള ഫോട്ടോ കണ്ടില്ലേ? ഈ ഒരു ടി വിയുടെ അവിടെയുള്ള ഈ ഒരു ഫോട്ടോയിലും പിന്നെ ഈ 2 ഫോട്ടോയിലും പിന്നെ ഈ ഒരു ഫോട്ടോയിലും പിന്നെ അവിടെ ഉള്ള ഒരു ഫോട്ടോ ഇല്ലേ അവിടെയും പിന്നെ ഇവിടെയുള്ള ഈ ഫോട്ടോ കണ്ട 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 ഈ ഒരു ഫോട്ടോ ഒക്കെ എന്തോട്ടൊരു പ്രേതം പോലെയാണ്. ഈ വീടിനാണ് കുഴപ്പമെന്നാണ് തോന്നുന്നത്. ഇവൻ കൊണ്ട് കുഴപ്പം. അവിടെ കിടക്കുമ്പോൾ എൻ്റെ കണ്ണൊക്കെ കണ്ടില്ലേ, ബ്ലാക്ക് കളറാണ്. തന്നെ കണ്ട. ഞാൻ പതുക്കെ ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ കാണണം, ഇടക്കിടക്ക് ഇങ്ങനെ കാണും. എന്നാലും ആയോ അവിടെ ഇരിക്കുക, തല കുത്തി വന്നിട്ടായിരിക്കും. ഞാൻ റാബിറ്റിൻ്റെ സ്റ്റോറി വെച്ചെടുക്കാം. ചെറിയൊരു പേടിയുണ്ട് കേട്ടോ ഇവനെ. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. The rabbit came the throat of the പേടിപ്പിച്ച മനുഷ്യന്. Put the courage plushie in the coat. ഓക്കെ, ഇത് റാബിറ്റിൻ്റെ അതല്ലേ, അപ്പം റാബിറ്റിൻ്റെ പ്ലൂഷി എടുക്കും. എൻ്റെ കണ്ണെന്തോട്ടമായിട്ടാ കണ്ട്, എൻ്റെ കണ്ണെന്തോട്ടായിക്കണേ. എന്തായാലും ഇതാ എൻ്റെ പ്ലൂഷി ചേച്ചി. I close the door and continue reading. Okay, the prince and the rabbit. ഒന്ന് നോക്കണേ നല്ലതാ. ഹോപ്പ് ഹോപ്പ് ഹോപ്പ്. The prince and close. ഓക്കെ ഇത്രയൊക്കെ മതി. അവിടെ ഉറങ്ങിയ ഉറങ്ങിയെന്നാ തോന്നുന്നു. ഹലോ, ഉറങ്ങി. നല്ല കുട്ടിയായിട്ട് ഉറങ്ങിക്കണം. റാബിറ്റിന് തലയിൽ വെച്ചിട്ട്. ഈ ഒരു റൂം തുറന്നു നിൽക്കുന്നു. നാപ്പി പറഞ്ഞൊരു ഉപകാരം ഉണ്ടായി. ഇവിടെ ഇതാണ് ഗൈസ് എക്സിറ്റിക്കുള്ള ഡോർ എന്നാണ് തോന്നുന്നത്. അത് ചുറ്റിക്കുണ്ടെങ്കിൽ പൊട്ടിക്കാൻ പറ്റും, ചുറ്റിക്കൊന്നുമില്ല. ഇവിടെ ബാഗൊക്കെ ഉണ്ട്. എന്തോ എൻ്റെ അമ്മാൻ്റെ ഇപ്പാൻ്റെയാണെന്നാണ് തോന്നുന്നത്. ഇതൊക്കെയെങ്കിലും ആവട്ടെ, നമുക്കെന്തായാലും അടക്കട്ടെ. വാതിലടക്കാം. ഓക്കെ, ഇനി സോഫയിലിരുന്ന് ചിൽ ഔട്ട് വാച്ച് TV on the sofa. Go at the door. കേസ് അവിടെ ബെല്ലടിച്ചിരിക്കുന്നു കേട്ടോ. എന്തായാലും നോക്കി നോക്കാം. ഓപ്പൺ. ടോസ്റ്ററാണ് കേസ്, ടോസ്റ്റർ. വാവ്, ബെല്ല്. നമുക്ക് ബെല്ലടിച്ച് കളിച്ചോ. നല്ല രസമാണ് കേട്ടോ ബെല്ലടിച്ച് കളിക്കാൻ. ഇഷ്ടം ബെല്ലടിച്ച് കളിക്കാൻ. അത് ഞാനവന് കൊടുത്ത പ്ലുഷ്യല്ലേ റാബിറ്റിൻ്റെ. പോയി അടക്ക് വന്ന. അല്ല, ഇവൻ എന്തിങ്ങനെ പാവം. അതിൻ്റെ പിരിയൊക്കെ അയക്കണണ്ട ആ സാധനത്തിൻ്റെ. അവൻ എന്താട്ടാ അതിന് കാട്ടിക്കണം. കണ്ട പഞ്ഞൊക്കെ ഉണ്ട്. ഇവിടെ തുറക്ക്. വാതിൽ കുറ്റിയിട്ട് കൊടുക്കുകയാണ്. ഒത്തില്ലാത്ത അല്ല, സ്വഭാവം നല്ലവനല്ലാത്തവൻ. എന്താ ഇപ്പം പറയുക, കുട്ടിയായിപ്പോയി. എന്തായാലും ഇനി ഇതിനെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അലക്കാം. ഇത് സാധാരണ ഒരു ടോയല്ലേ. ഓന് പിച്ചിൻ്റേത് കൊണ്ട് എന്താണ് ചിലപ്പോൾ വാഷിംഗ് മെഷീനിലിട്ട് അതിൻ്റെ പഞ്ഞൊക്കെ നേരം പോലെ നനഞ്ഞു. അത് കാരണം കുഴപ്പമൊന്നുമില്ല. നിലത്ത് കുരുണ്ട് പോകണല്ലേ, നല്ല ചളിയായിട്ടുണ്ടാവും. അത് കാരണം കഴുകി. ഓക്കെ, ക്ലോസ്. ഇപ്പോഴും അതിൻ്റെ കരച്ചിൽ മാറിയിട്ടില്ല. എന്താണ് ഇത്? കീ കിട്ടി. വട്ടക്കീ അൺലോക്ക്. ഇതിന് മേലെ എന്താണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം. ഓക്കെ, ക്ലീൻ ദ ലാഡർ. ഇതാ ബ്ലാക്ക് കാറ്റിൻ്റെ അപ്ഡേഷൻ ഉണ്ടാകുമ്പോൾ വരുന്ന സാധനം. ഇത് ബ്ലാക്ക് കാറ്റ് പറഞ്ഞൊരു ഇതുണ്ട്. കാറ്റിൻ്റെ ചാപ്റ്റർ ഉണ്ട്.
3 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കഴിയുമ്പോൾ ആക്ട് 3 അല്ല 2 ആണെന്നാണ് തോന്നുന്നത്, അറിയില്ല. എന്തായാലും ഇവിടെ കൂടെ നമ്മൾ എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകും എന്നാണ് പറയുന്നത്. അങ്ങനൊക്കെ ഉണ്ടാവുമായിരിക്കും എന്തായാലും. ദ പെയിൻറ്റിങ് എന്തായാലും നമുക്ക് താഴത്തേക്ക് ഇറങ്ങി പോവാം. ക്ലെയിം ദ ലാഡർ. ക്ലെയിം ദ ലാഡർ ഒന്നും വേണ്ട, നമുക്ക് പേടിയൊക്കെ ചെറുതായിട്ടൊക്കെ അവിടുത്തെ ആ സൗണ്ടൊക്കെ കേട്ടിട്ട്. ഇതാണ് ക്ലോസ്. വാതിൽ ക്ലോസ് ചെയ്യാൻ നമുക്ക് ക്ലോസ് ചെയ്യാം. എന്തായാലും റാബിറ്റിനെ എടുക്കാം. പാവം അതിനെ പിച്ച് ചീന്തിക്കണം. എൻ്റെ തലയുടെ സൈഡിൽ എന്തോട്ടോ വെട്ട് വീണിക്കണം. അവൻ്റെ നഖത്തിനെ പിച്ച് കീറിയിരിക്കണ ആ സാധനം. ഇതിൻ്റെ ടി വി ആണ് ഇത്. മറ്റേ ബേബി നെലോൻ്റെ കണ്ണുള്ള ഒരു സാധനത്തിൻ്റെ, ലുട്ടുമോൻ്റെ കണ്ണുള്ള ഒരു ക്യാമറ പോലത്തെ സാധനത്തിൻ്റെ പരസ്യമാണ് ഗൈസ് ഇത്. എന്തായാലും നമുക്ക് നോക്കാം. ഇനി നൈറ്റ് 3 ആണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര മതി എന്ന് വിചാരിക്കുന്നത്. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഒന്ന് ബൈ.